എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം അവസാനിച്ചെങ്കിലും ദുരിതം തുടർന്ന പ്രവാസികൾ. ഗൾഫ് സെക്ടറിൽ നിന്നും ഒട്ടേറെ സർവീസുകൾ റദ്ദാക്കി. സമരം തീർന്നെങ്കിലും ഇത്രയും ദിവസം മുടങ്ങിയ വിമാനങ്ങളിലെ യാത്രക്കാരെ തിരിച്ചെത്തിക്കണമെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൂടി വേണ്ടിവരും. UAE-യിൽ നിന്ന് തിങ്കളാഴ്ച വരെയുള്ള 7 സർവീസുകൾ റദ്ദാക്കുമെന്ന് ഇന്നലെ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും കൂടുതൽ വിമാനങ്ങളുടെ യാത്ര മുടങ്ങുകയായിരുന്നു. ദുബായിൽ നിന്ന് തിരുച്ചിറപ്പള്ളി, അമൃത്സർ, മംഗലാപുരം, കണ്ണൂർ, തിരുവനന്തപുരം വിമാനങ്ങളും ഷാർജ, കണ്ണൂർ സർവീസുമാണ് ഇന്ന് റദ്ദാക്കിയിരുന്നത്. അബുദാബിയിൽ നിന്നുള്ള കണ്ണൂർ, തിരുവനന്തപുരം സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അലൈൻ കോഴിക്കോട് സർവീസ് ഉണ്ടാകില്ലെന്ന് അധികൃതർ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. നിലവിൽ തിങ്കളാഴ്ച വരെയുള്ള 15 സർവീസുകളാണ് മുടങ്ങിയിരിക്കുന്നത്. നാളത്തെ റാസൽ ഖൈമ കണ്ണൂർ, ശനിയാഴ്ചയുള്ള റാസൽ ഖൈമ കോഴിക്കോട്, അബുദാബി കണ്ണൂർ, തിങ്കളാഴ്ച പുറപ്പെടേണ്ട ഷാർജ കണ്ണൂർ, അബുദാബി കണ്ണൂർ, ദുബായ് കോഴിക്കോട് സർവീസുകളാണ് മുടങ്ങുമെന്ന് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ദോഹയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള സർവീസും മുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ദമാം, ജിദ്ദ, മസ്കറ്റ് തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയതിനാൽ ഇവിടങ്ങളിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്കുള്ള സർവീസുകളും മുടങ്ങുമെന്നാണ് വിവരം. നാട്ടിൽ നിന്നുള്ള സർവീസുകൾ പൂർവ്വസ്ഥിതിയിലായാൽ മാത്രമേ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ കൃത്യമായി നടക്കുകയുള്ളൂ. സർവീസ് സാധാരണഗതിയിലായാൽ തന്നെ ഇത്രയും ദിവസം മുടങ്ങിയ വിമാനങ്ങളിലെ യാത്രക്കാരെ തിരിച്ചെത്തിക്കണമെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൂടി വേണ്ടിവരും. അതിനാൽ വിമാന സർവീസ് സാധാരണ നിലയിലെത്താൻ ഒരാഴ്ചയിലേറെ എടുത്തേക്കും. ജനം, ദുബായ്.